ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും. ജീവിതം തന്നെ മടുത്തു പോകുന്ന ഘട്ടങ്ങൾ. ചിലപ്പോൾ നമുക്ക് ജീവിതം അവസാനിപ്പിക്കാനൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഒരിക്കലും സങ്കടപ്പെട്ടു പോകരുത്, എവിടെയും തളർന്നു പോകരുത്. നമുക്കറിയോ, ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ട, ഏറ്റവും വലിയ പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്ന വ്യക്തി മറ്റാരുമല്ല, അള്ളാഹുവിന്റെ റസൂല് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പടച്ച റബ്ബ് എന്തുമാത്രം വലിയ പരീക്ഷണങ്ങളാണ് കൊടുത്തത്, എത്ര വലിയ പ്രതിസന്ധികളാണ് അവിടുന്ന് നേരിടേണ്ടി വന്നത്, എത്ര കല്ലേറുകളാണ് കൊള്ളേണ്ടി വന്നത്. സ്വന്തം നാട് വിടേണ്ടി വന്നില്ലേ? എന്തിന്? സ്വന്തം കഴുത്തില് ഒട്ടകത്തിന്റെ ചീന കൊടൽമാല വരെ ചാർത്തപ്പെട്ടില്ലേ? എന്നിട്ട് എന്തെങ്കിലും ഒരടി തൻ്റെ ദൗത്യത്തിൽ നിന്നും അവിടുന്ന് പിന്മാറിയിട്ടുണ്ടോ? അങ്ങനെ പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉണ്ടാകുമായിരുന്നോ? ആ മുത്തു നബി ആവണ്ടേ നമ്മുടെ ഓരോരുത്തരുടെയും റോൾ മോഡല്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ മുത്തിൻ്റെ അനുയായികളല്ലേ? ഞാനൊരൊറ്റ സന്ദർഭം മാത്രം പറയാം. ഒരിക്കൽ ഖുറൈശി പ്രമുഖര് 300ഓളം വരുന്ന ഒട്ടകങ്ങളെ വരെ ഇനാം പ്രഖ്യാപിച്ച തലയുമായിട്ട് മക്ക വിടാൻ തീരുമാനിച്ച ഘട്ടത്തിൽ, മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഉദ്ദേശിച്ച സന്ദർഭം, ബഹുമാനപ്പെട്ട സിദ്ദീഖോരുണ്ട് കൂടെ. അതിനു മുമ്പ് ശത്രുക്കളിൽ നിന്നും അഭയം പ്രാപിച്ചുകൊണ്ട് സൗർ എന്ന ഗുഹയിൽ ഇരിക്കുന്ന ഘട്ടം. അതുവഴി വന്ന ശത്രുക്കളുടെ കാലടി ശബ്ദം കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖോര് ആവലാതി പ്രകടിപ്പിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നൊരു വാക്കുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഇജ്ജ് പേടിക്കേണ്ട സിദ്ദീഖേ, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ടല്ലോ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ ആരൊക്കെ വേദനിപ്പിച്ചാലും, ആരൊക്കെ വഞ്ചിച്ചാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം വേറെ ആരില്ലെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ടല്ലോ. മുമ്പിനെ നിങ്ങൾക്കറിയോ നമ്മുടെ റബ്ബ് എന്താ നമ്മളോട് പറഞ്ഞെന്നറിയോ? പടച്ച റബ്ബ് പറയാ, ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്താ വേണ്ടിച്ചാൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ തരുമല്ലോ നിങ്ങൾക്ക്. പിന്നെ എന്തിനാ മിനെ നമ്മൾ സങ്കടപ്പെടുന്നത്? എന്തിനാ മിനെ നമ്മൾ ഖേദിക്കണത്? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന.